ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇന്നത്തെ ദിവസം സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം പണികളുള്ളൊരു ദിവസമാണെന്ന്. തീരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ പോണ പോലെ അല്ല കേട്ടോ. നമ്മൾ ഫുൾ ഫാമിലി ഒന്നുമില്ല. ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും കൂടെ ഉംറക്ക് പോവാണ്. സാധാരണ നമുക്ക് റെഡി ആവാൻ അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് അല്ലെങ്കിൽ 1.5 മന്തെങ്കിലുള്ള ടൈം കിട്ടുമല്ലോ. നമുക്ക് അതുപോലും കിട്ടിയില്ല കേട്ടോ. അവിടെ തണുപ്പൊക്കെ കൂടി വരാണ്. അപ്പം നല്ല തണുപ്പാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേഗം പോയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും പെട്ടെന്ന് പോകുന്ന ഗ്രൂപ്പ് ഏതാണോ അതിൽ നോക്കിയിട്ട് അതിൽ ജോയിൻ ചെയ്യാന്നുള്ളൊരു പ്ലാനിലായി. അപ്പോൾ ഇന്ന് സൺഡേ ആണെങ്കിലും നമ്മൾ വരുന്ന ട്യൂസ്ഡേ ആണ് ഉംറയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ശരിക്കും മൺഡേ വീട്ടിലെത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച പണികളായിരുന്നു. പിന്നെ ഒരു സൺഡേ എന്തായാലും ഫ്രീ ആണല്ലോ. അപ്പം അന്ന് തന്നെ ഈ ഈ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ ഉപ്പാനെക്കൊണ്ട് ഒരു 3 കിലോ ചിക്കൻ വാങ്ങിച്ചു. അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു മാരിനേഷൻ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ വേറൊരു മാരിനേഷൻ 65-ന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനും വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു പാക്കറ്റ് പനീർ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പനീർ ബട്ടർ മസാലയും നമുക്ക് അപ്പം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്ന് നമുക്ക് അവിടെ ഹെൽപ്പിന് ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കിയതിന് ശേഷമാണ് ഓരോ ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടത്താണിയിൽ എൻ്റെ വീട്ടിലെ കിച്ചണ് അത്യാവശ്യം സ്പേഷ്യസ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പണിയെടുക്കാൻ ഒരു പ്രത്യേക രസമാണ്. 3 സ്റ്റൗവിലും ഓരോ ഐറ്റംസ് വെച്ചുകൊണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുക്കിംഗ് ചെയ്തത്. അങ്ങനെ ബട്ടർ ചിക്കനുള്ള ഉള്ളി, കാഷ്യൂ, പച്ചമുളക്, ടൊമാറ്റോ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ സോട്ട് ചെയ്തിട്ട് ഗ്രൈൻഡറിലിട്ട് നല്ലോണം പ്യൂരി ചെയ്തെടുത്തു. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. 2, 3 കറികൾ അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2, 3 കറികളാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബട്ടർ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കറികളൊക്കെ നമ്മൾ ചെറിയ പോർഷൻസ് ആയിട്ട് പാക്ക് ചെയ്ത് ഫ്രീസ് ചെയ്യാണ് കേട്ടോ ചെയ്യുക. നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ള ആ സെയിം ഗ്രേവി തന്നെ യൂസ് ചെയ്തിട്ടാണ് ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭക്ഷണം മക്കൾക്ക് 2 ആഴ്ചത്തേക്കൊന്നും തികയൂല കേട്ടോ. മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കറിയായിരുന്നു. അതായത് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ദോശയോ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു കറി. അത് അവർക്ക് 3 പേർക്ക് ഒരു സമയത്ത് കഴിക്കാനുള്ള ഒരു പോർഷൻ മാത്രമേ ഞാനൊരു പാക്കറ്റിലാക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ആക്ച്വലി മൺഡേ ചെയ്യാൻ വെച്ചിരുന്ന പണിയായിരുന്നു ഇതൊക്കെ. അപ്പോൾ സൺഡേ ഒരു ദിവസം ഫ്രീ ആയി വീട്ടിലിരുന്നപ്പം വിചാരിച്ചു സൺഡേ തന്നെ ഈ പരിപാടികളൊക്കെ തീർക്കാമെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് സിപ്പ് ലോക്ക് ബാഗൊക്കെ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഉള്ള കവറിൽ നല്ല നീറ്റായിട്ടുള്ള പുതിയ കവേഴ്സ് വാങ്ങിയിട്ട് അതിലാണ് ഞാനിപ്പം ഓരോ പോർഷൻസ് ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂഷ്വലി 2 ആഴ്ചയൊന്നും ഞാനിങ്ങനെ ഇവരെ വിട്ടിട്ട് മാറി നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വലിയ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പോവുക. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വറീഡായിരുന്നു ഇവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ എടുത്തൊരു തീരുമാനമാണ് ഈ മീൽ പ്രിപ്പറേഷൻ. ഇവർക്ക് രാവിലെ 6:15 മദ്രസയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവർ 7:45 വീട്ടിൽ തിരിച്ചെത്തും. പിന്നെ അവർക്ക് സ്കൂളിൽ പോകേണ്ട സമയം എന്ന് പറഞ്ഞാൽ 9:30 അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ ടൈമുണ്ട്. മാത്രമല്ല രാവിലെ എണീറ്റ് മദ്രസയിൽ പോകുന്നതുകൊണ്ട് നല്ലതായിട്ട് വിശക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡെയിലി നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇവർ സ്കൂളിൽ പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഈ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. ലഞ്ചിൻ്റെ കാര്യം ഞാൻ ശരിക്കും വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അവർക്ക് അവരുടെ സ്കൂളിൽ ഉള്ള ലഞ്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെനിക്ക് ഭയങ്കര റിലീഫായിരുന്നു. പിന്നെ സ്കൂളിൽ വിട്ട് വന്നാൽ കഴിക്കാനുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. എന്ത് വേണമെങ്കിലും കഴിക്കും. ആ സമയത്തേക്കുള്ള റൈസോ അല്ലെങ്കിൽ കറികളോ ഒക്കെ മദർ ഇൻ ലോ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുത്തയക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ ചെറിയ പോർഷൻസ് ആക്കി പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് കുറച്ച് ബീഫ് ഫ്രൈയും പിന്നെ അതുപോലെ പ്രോൺസ് മസാലയൊക്കെ ഉമ്മ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ ചെറിയ പോർഷൻസ് ആക്കി ഞാൻ പാക്ക് ചെയ്തു ട്ടോ. അങ്ങനെ എല്ലാ പാക്കിങ്ങും പ്രിപ്പറേഷൻസും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് കാലിക്കറ്റിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നേരെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാനും പറ്റില്ല ട്ടോ.
നമുക്ക് കുറച്ച് ലേബലിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുമ്പോൾ ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഏതാണെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് എത്തിയതിന് ശേഷം ഈ ഒരു പരിപാടിയും കൂടെ നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഓരോ പാക്കറ്റിനും അതിൻ്റെതായ ലേബിൾസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രോൺസ്, പിന്നെ ബട്ടർ ചിക്കൻ, ചിക്കൻ 65, ബീഫ് ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, അങ്ങനെ എല്ലാം നമ്മൾ ലേബിൾ ചെയ്ത് വെച്ചു ട്ടോ. ശരിക്കും പറഞ്ഞാൽ മക്കൾക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഞാൻ ഇല്ലെങ്കിൽ അവർ ഏറ്റവും അധികം മിസ് ചെയ്യുക എൻ്റെ ഫുഡാണ്. അപ്പം ഇങ്ങനെ ഫ്രീസറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് രാവിലെ വന്നാൽ ഭയങ്കര ഈസി ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ദോശമാവും വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ദോശമാവും അപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ടു മേക്ക് നമുക്ക് വാങ്ങിക്കാനും കിട്ടുമല്ലോ. അങ്ങനെ കാലിക്കറ്റ് എത്തിയതിന് ശേഷം നമ്മൾ ഈ ലേബലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും രാത്രി ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരിപാടി അടിപൊളിയാണ് ട്ടോ. നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ നിന്ന് 1 2 ദിവസത്തേക്കൊക്കെ മാറി നിൽക്കേണ്ടി വരുമ്പോൾ ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലല്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ ചിലപ്പം കേടായി പോകും. പിന്നെ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളും ആവണം ട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഗൾഫ് കൺട്രീസിലൊന്നും ഇപ്പം ഫ്രീസ് ചെയ്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച കാര്യങ്ങളൊന്നും കഴിക്കാൻ പൊതുവെ ആർക്കും വലിയ മടി കാണാറില്ല. പക്ഷേ നമ്മളെ കേരളത്തിൽ, നമ്മളെ നാട്ടിൽ എല്ലാവർക്കും അപ്പപ്പം ഉണ്ടാക്കിയ ഭക്ഷണം, ചൂടോടെ ഉണ്ടാക്കിയ ഭക്ഷണം അങ്ങനെ ഭയങ്കര ഫോർമാലിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര നിർബന്ധങ്ങളാണ്. അപ്പം അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത് ശരിയാവുമെന്ന്. അല്ലാണ്ട് നമ്മൾ ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ വെച്ച ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ലാത്ത ആളുകളും ഉണ്ട്. അവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. എവിടെയെങ്കിലും യാത്ര പോവേ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാൻ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, വിട്ട് നിൽക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 ഡേ മുന്നേ അല്ലെങ്കിൽ 2 ഡേ മുന്നേ ഇങ്ങനെ മീൽ പ്രെപ്പ് ചെയ്ത് വെച്ചാൽ വീട്ടിലുള്ളവർക്ക് ഭയങ്കര കൺവീനിയന്റ് ആയിരിക്കും. അപ്പോൾ ഈ ലേബലിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഒറ്റയ്ക്കല്ല ട്ടോ ചെയ്യണത്. മക്കളും കൂടെ ഉണ്ട് ഹെൽപ്പിന്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. നമ്മൾ 1 ബൈ 1 ആയിട്ട് ഫ്രീസറിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് ഞാൻ അവരുണ്ടായിരുന്നു എൻ്റെ കൂടെ. കാരണം അവരല്ലേ അത് എടുത്ത് യൂസ് ചെയ്യേണ്ട ആളുകൾ. അപ്പം എങ്ങനെയാണ് ലേബൽ ചെയ്തിട്ടുള്ളതെന്നും എങ്ങനെയൊക്കെയാണ് ഞാൻ വെക്കുന്നതെന്നൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ യാത്രേൻ്റെ മുന്നേ ഉള്ളൊരു മീൽ പ്രെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇതിൽ ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസിൻ്റെ ഏതെങ്കിലും റെസിപ്പീസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്ന വീഡിയോസിൽ അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അതൊരു 1 2 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആൻഡ് ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ ഇനി വെറും 2 ദിവസമേ ഉള്ളൂ. ഒരുപാട് പണികളുണ്ട്. So this is Farah signing off. Bye bye. Take care. Assalamu alaikum.